പത്രത്തിലേക്ക് സ്വാഗതം. പെരുവള്ളൂരിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കിണർ വെള്ളത്തിൽ നിന്ന് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ സ്കൂളിനെതിരെ കർശന നടപടിക്കൊരുങ്ങി ആരോഗ്യവകുപ്പ്. സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയറിൽ വെള്ളം കുടിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 280 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സ്വർണം തട്ടിയെടുക്കൽ കേസിൽ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം നടത്തി ശ്രദ്ധേയനായ ജയ്സലിനെതിരെ കേസ്. കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം തട്ടിയെടുക്കൽ കേസിൽ പിടിയിലായ പരപ്പനങ്ങാടി ആവിൽ ബീച്ച് സ്വദേശി KP ജയ്സലിനെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ പദ്ധതി പുരോഗമിക്കുന്നു. ചാലിയാറിലെ മുണ്ടുകുഴി ഡാമിൽ നിന്ന് എത്തിക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കടലോര മേഖലകളായ പാലപ്പെട്ടിയിലെയും വെളിയങ്കോടെയും തീരം സംരക്ഷിക്കാനുള്ള പദ്ധതി വർഷങ്ങളായി പ്രഖ്യാപനത്തിലൊതുങ്ങുന്നു. വെളിയങ്കോട് പഞ്ചായത്തിലെ 10 മുറി മുതൽ ജില്ലാ അതിർത്തിയായ പാലപ്പെട്ടി വരെയുള്ള 6 കിലോമീറ്റർ കടൽ തീരത്താണ് വർഷങ്ങളായി കടൽഭിത്തി തകർന്നിരിക്കുന്നത്. നാടുകാണി ചുരത്തിൽ വെള്ളത്തിനായി വാനരപ്പടയുടെ നെട്ടോട്ടം. യാത്രക്കാരുടെ അടുത്തേക്ക് വാനരപ്പട ഓടിയടുക്കുന്നത് വെള്ളത്തിനായാണ്. വെള്ളം കുടിച്ചുപേക്ഷിക്കുന്ന കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി വെച്ച് പിടിക്കുകയും കുപ്പിയിലെ അവസാനത്തെ ഒരിറ്റുവെള്ളം കുടിച്ച ശേഷമാണ് ഒഴിവാക്കുന്നത്. പ്രദേശത്തെ അരുവികളെല്ലാം വറ്റിയിട്ടുണ്ട്. 2 അരുവികളിൽ മാത്രമാണ് വെള്ളമുള്ളത്. പെരിന്തൽമണ്ണ പാണമ്പിയിലെ ഇടിഞ്ഞാടി ആദിവാസി കോളനിയിലെ 10 കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണം പുരോഗമിക്കുന്നു. 2018 പ്രളയത്തിനു ശേഷം കളക്ടർ ഇടപെട്ട് അനുവദിച്ച 1 കോടി രൂപ കൊണ്ട് ഭൂമി ഏറ്റെടുക്കാനും വീട് വയ്ക്കാനും അന്ന് ഉദ്യോഗസ്ഥരും ശ്രമിക്കാത്തതിനാൽ നടക്കാതെ പോയ ആദിവാസികളുടെ ഭവന പദ്ധതിയാണ് വീണ്ടും ആരംഭിച്ചത്. തിരുനാവായിലെ ഹരിതകർമ്മസേനയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ. ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കടുത്തായി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ഉടൻ സ്ഥലം മാറ്റിയില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് നിർബന്ധിതരാകുമെന്ന് ആക്ഷൻ കമ്മിറ്റി പഞ്ചായത്ത് അധികൃതർക്കടക്കം മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി. അമരമ്പലത്ത് കുടിവെള്ളം മുട്ടിയിട്ട് 1.5 മാസം പിന്നിടുന്നു. മലയോര പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ജലവിഭവ വകുപ്പ് പ്രവർത്തികൾ നടക്കുന്നതിനാലാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. എന്നാൽ വേനൽ കടുത്തതോടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം തലപൊക്കി തുടങ്ങി. പ്രധാന ജലസ്രോതസ്സുകളെല്ലാം വരണ്ടതോടെ പൊതുജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. LPG സിലിണ്ടറിന് തീപിടിച്ച് അതീവ അപകടാവസ്ഥയിൽ നിന്നും വീട്ടുകാരെയും അയൽക്കാരെയും രക്ഷിച്ച് വൻ അപകടം ഒഴിവാക്കി മഞ്ചേരി അഗ്നിരക്ഷാസേന. മഞ്ചേരി അരുകിഴായ വാർഡ് 34 റിംഗ് റോഡിൽ താമസിക്കുന്ന അനില റൂബി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.